നമുക്ക് ഇന്ന് പരിപാടി ആക്കണ്ടേ? ചിക്കൻ മന്തിയോ? ചിക്കൻ മന്തി ബാർബിക്യൂ വേണ്ട, ചിക്കൻ ബാർബിക്യൂ. ചിക്കൻ ബാർബിക്യൂ ചിക്കൻ ബാർബിക്യൂ ചിക്കൻ ബാർബിക്യൂ അല്ലേ? ചിക്കൻ ബാർബിക്യൂ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ വെറൈറ്റി പിടിക്കാം രാത്രി. ആ ഓക്കെ, അടിയാലോ രാത്രി. ഓക്കെ, അപ്പൊ നമുക്ക് വെറൈറ്റി ചിക്കൻ ബാർബിക്യൂ. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ അടിയാണ്. നമ്മളിത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഫുള്ള് മസാലയെല്ലാം പിറക്കി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കണം, ബാർബിക്യൂനുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കാൻ പോവാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല സ്പെഷ്യൽ മസാല, ബാർബിക്യൂ മസാല പിറക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം പാത്രത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് കഴുകി എടുക്കണം, കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കഴുകണം. ഇത് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ മേലുള്ള ഇതൊക്കെ പോകണം, നല്ല വൃത്തിയിൽ വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ. ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം വീടിനകത്തേക്ക് എടുക്കും. നമ്മൾ ഓരോരോ ചിക്കനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ ഇതുപോലെ നല്ലോണം വരഞ്ഞ് ഇതേപോലെ നല്ല വരഞ്ഞ് വൃത്തിയാക്കി. ഓക്കെ, ഇതേപോലെ ഏകദേശം നല്ല മസാല പിടിക്കുന്ന രീതിയിൽ വരഞ്ഞ് കറക്റ്റായിട്ട് മസാല ഇറങ്ങിച്ചു. ഒന്നും നമുക്ക് ഇവിടെ വെക്കില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി നല്ലോണം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ രീതിയിൽ നല്ല രീതിയിൽ നല്ലോണം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കട്ടിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ മസാലയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് തൈര്, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, മിൽമ, കേരളം കണികളിൽ നിന്ന് വരുന്ന നന്മ. അപ്പോൾ അതിൽ തൈര് എടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഓക്കെ ആദ്യം ജാറിലേക്ക് കുറച്ച് തൈര് ചേർക്കും. ഓക്കെ, തൈര് എടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് തൈരിലേക്കാണ് എടുത്തത്. ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പച്ചമുളക് തൈരിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കണം, ജ്യൂസ് മിക്സ് ആക്കണം, ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. ചെറുതായി നമ്മൾ കട്ട് ചെയ്യണം. ലെമൺ ജ്യൂസ് ഫസ്റ്റ്. നമ്മൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചില്ലിയും തൈരും അരച്ചിട്ടുള്ള പേസ്റ്റ് അത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് ചില്ലി കേടിൻ്റെ ആ പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഓക്കെ, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. നല്ല കളറുമാണ് നമുക്ക് ചിക്കന്, നല്ല കളറും. അതോടൊപ്പം പിന്നെ അതിൻ്റെ എരിവ് അധികം വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആദ്യത്തെ പേസ്റ്റിൽ തൈരിനോട് നല്ല പച്ചമുളക് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഓക്കെ, പെപ്പർ പൗഡർ നമ്മൾ ആഡ് ചെയ്യാം. ഗരം മസാല പൊടി. ഓക്കെ, ഗരം മസാല പൗഡർ ആഡ് ചെയ്യണം. ഓക്കെ, ഗരം മസാല പൊടി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി നന്നായി മിക്സിയിലിട്ട് അരച്ച് എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ആഡ് ചെയ്യും. ഓക്കെ, ആവശ്യത്തിന്. പിന്നെ ഒറിഗാനോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒറിഗാനോ നല്ലൊരു ഫ്ലേവർ കൊടുക്കും, ബാർബിക്യൂവിന് നല്ലൊരു എർത്തി ഫ്ലേവർ കൊടുക്കും. ഓക്കെ, നമ്മൾ ഒറിഗാനോ ആഡ് ചെയ്യും. ആവശ്യത്തിനുള്ള ഒറിഗാനോ എടുത്തിട്ട് നമുക്ക് ഒറിഗാനോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ്.
പിന്നെ കേടും പച്ചമുളകും മിക്സിയിൽ അരച്ച് അതെടുത്തതിന് ശേഷം തൈരും പച്ചമുളകും മിക്സിയിൽ അരച്ചെടുത്തത്, ലെമൺ ജ്യൂസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒരിഗാനോ, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു മിക്സ് ചെയ്ത് നല്ലൊരു ടെക്സ്ചറാക്കി ഇങ്ങനെ എടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി അമ്മേനെ ചേട്ടാ, അമ്മേനെ കോഴിയുടെ മേളിൽ നന്നായി ചേർത്ത് പിടിപ്പിക്കണം. ഓക്കെ, മസാല നന്നായിട്ട് കോഴിയുടെ മേലെ എല്ലാം കോഴിയുടെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടില്ല, വരഞ്ഞടുത്ത് തീർന്ന രീതിയിൽ നന്നായി മസാല ചേർത്ത് പിടിക്കണം. ഇപ്പം എല്ലാ ചിക്കനും നന്നായി മസാല ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചിക്കൻ എന്താക്കാനില്ല, ഇതിന് മസാല പുരട്ടാനില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മസാല പുരട്ടി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ് മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മസാലയാണിത്. മസാലയുടെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി മസാല പുരട്ടി ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ നമ്മൾ പിന്നെ ഒരു 3 hours 4 hours നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, ഫ്രീസറിൻ്റെ താഴെ. ഓക്കെ, അതല്ല വെക്കുന്നത്. ഫ്രീസറിൽ എപ്പോഴും -°C ആണ്. അപ്പോൾ നമ്മൾ -°C വെക്കാൻ പറ്റില്ല. ഒരു പിന്നെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഡോർ ഉണ്ടാവില്ല, ഒരു 5°, 4°, എത്തുന്ന തണുപ്പത്തുന്ന ഭാഗം. അപ്പോൾ അവിടെയാണ് നമ്മൾ ചിക്കൻ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിക്കൻ ഒരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല മസാല എന്തായിട്ട് കംപ്ലീറ്റ് മിക്സായി അതിൽ പിടിച്ച് ചിക്കൻ്റെ പിന്നെ എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിച്ച് ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങട്ടെ ചിക്കനിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് മസാല നന്നായി ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഫ്രിഡ്ജിൽ ചിക്കൻ ഇങ്ങനെ മസാല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ചിക്കനിൽ ഇങ്ങനെ ഇറങ്ങി നല്ല സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലുണ്ട് ഒരു 3-3.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4 മണിക്കൂറോടാണ് ഫ്രിഡ്ജിൽ വന്ന് വെക്കേണ്ടത്, ചിക്കൻ വെക്കേണ്ടത്. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കനൽ സെറ്റാക്കി എടുക്കണം. കാരണം ഈ ബാർബിക്യൂവിന് കനൽ അത്യാവശ്യമാണ്. അപ്പോൾ കനൽ നമ്മളെന്താക്കണം സെറ്റാക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാർക്കോൾ തീ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റത്തെ പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കനൽ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനലിൽ വയ്ക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ചാർക്കോൾ വയ്ക്കുന്നത്. അതുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാവും. എൻ്റെ കയ്യിൽ ഫ്ലൂയിഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്താക്കുന്നുണ്ട്, അടുപ്പത്ത് ഇങ്ങനെ ചിരട്ട വെച്ച് കത്തിച്ചിട്ട് ആ കനലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കനൽ ഏകദേശം ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, ഇതിലേക്ക് ഇടും. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ കനലൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൻ്റെ തീയൊക്കെ കെടുത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സെറ്റ് ചെയ്യണം കനൽ. ഓക്കെ, അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്നത് നമുക്കിനി ചിക്കൻ സെറ്റ് ചെയ്യാം. കനലൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി മാറ്റിയിട്ട് ചിക്കൻ സെറ്റ് ചെയ്യാം. ഓക്കെ, എടുക്കാൻ പറ്റും. പാപ്പാണ് അടിപൊളിയായിട്ട് കണലും കാണുന്നുണ്ട്. അങ്ങനെയാണ് രണ്ടാളി ഒപ്പരം. അപ്പോൾ കണൽ അടിപൊളിയായി കത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച സാധനം ചെറുങ്ങനെ
ആ കമ്പി കമ്പി അപ്പോൾ നമ്മുടെ കനൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കനൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഗ്രില്ല് ഇതിന് വേറെ വെക്കുകയാണ്. നല്ല ചൂടായിട്ടുണ്ട് കനൽ, അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം കൈയൊന്നും പൊള്ളരുത്, കുറച്ച് സേഫ്റ്റി നിൽക്കണം. ഓക്കെ, കുറച്ച് ചൂട് പിടിച്ച് നിന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ എന്താക്കാൻ പോവാണ്, ഇനി ചിക്കന് വെക്കാൻ പോവാണ്. നമ്മൾ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ കനൽ തട്ടുന്ന സമയത്ത് തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എന്താക്കാണ് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വെക്കാം. ഓക്കെ ആ ഓക്കെ ഓക്കെ നോക്കാം, ഏത് വേണം അത്. പിടിക്കും അതിപ്പോ പറഞ്ഞിട്ടൊന്ന് ഒരു തുണി കെട്ടിയാൽ മതി. ഇതിൻ്റെ മേലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മസാല ഉണ്ട്, മസാല ഒക്കെ വളരെ കൃത്യമായിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, താഴെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നേരം ഇങ്ങനെ ടൈം കൊടുക്കണം, ആവശ്യமான ടൈം. അപ്പോൾ ചെറുങ്ങി പോകണം. ബട്ടർ അല്ലെങ്കിൽ ഗീ, ബട്ടറോ ഗീയോ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. പിന്നെ നമ്മുടെ ചിക്കൻ എന്തായാലും അധികം ഡ്രൈ ആയി പോകില്ല. ചിക്കൻ അധികം ഡ്രൈ ആവാതെ, കാരണം ചിക്കൻ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് നല്ല ബട്ടർ നമ്മളിങ്ങനെ തേച്ച് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നല്ല ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതിലൂടെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നന്നായിട്ട് എന്തൊക്കെ ബട്ടർ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുക. ബട്ടറാണെങ്കിൽ ബട്ടർ, ഗീ ആണെങ്കിൽ ഗീ. കരി എന്താ കുറച്ച് കരി എന്ന് പറഞ്ഞാൽ ഇനി ബാർബിക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹം എന്ന് പറഞ്ഞാൽ തന്നെ കരിയല്ല, അൽഫാം. അപ്പൊ എന്തെന്നറിയാം, ഒരു ചാക്കാണ്, ഒരു 10 രൂപയുടെ ചാക്കാണ് തോന്നി വരുന്നത്. 10 രൂപയുടെ ചാക്ക ഈ ട്രെയിൻ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഒരു സ്ഥലം, ആളില്ലാത്ത സ്ഥലം, അവിടെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. വൈലി ഒരു സ്ഥലം കണ്ടു വെച്ചിട്ട് അപ്പൊ ആ ട്രെയിൻ വരുന്ന സമയത്ത് ആ സ്ഥലത്ത് എഴുതിയിട്ട് പോയി എടുത്തിട്ട് കൊണ്ടുവരിക. ഇത് എടുത്തോണ്ട് ഹോട്ടൽ നടക്കുക. ഇപ്പൊ ഹോട്ടലിൽ കൊണ്ടു തിരിക്കുന്ന ഒരു പെണ്ണ ഞാനുള്ള ഗ്യാസ് ഉണ്ടല്ലോ, അത് ചായന്റെ സമാവർക്ക്, ചായക്കൊക്കെ സമാവറല്ലേ, അപ്പൊ നമ്മളെ അൽഫാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് സെർവ് ചെയ്യാൻ പോണേ. നമുക്ക് നോക്കാം, അതിനായിട്ട് കഴിച്ചിട്ട് എങ്ങനെ നോക്കാം, സാധനം അതിന് സെറ്റ് ആണ് നോക്കാം. ഓക്കെ, അടിപൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ട് തരാ? ആ പറ, തിന്നിട്ട്
ലൈക്ക് ചെയ്യാം.